നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യം ഇപ്പോൾ BCCI ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാനത്തെ 2 ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ മാറ്റമുണ്ട്. രവി അശ്വിൻ വിരമിച്ചതുകൊണ്ട് പകരക്കാരനെ പ്രഖ്യാപിക്കുന്നു. അതാണ് മാറ്റം. സോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അക്കാര്യം BCCI അറിയിക്കുന്നു. ധനുഷ് കോട്ടിയാനെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. BCCIയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ദി മെൻ സെലക്ഷൻ കമ്മിറ്റി ഹാസ് നെയ്മഡ് ഓൾറൗണ്ടർ ധനുഷ് കോട്ടിയാൻ ആസ് എൻ അഡീഷൻ ടു ഇന്ത്യ സ്ക്വാഡ് ഫോർ ദി 4th and 5th ടെസ്റ്റ് ഓഫ് ദി ബോർഡർ ഗവാസ്കർ ട്രോഫി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. മുംബൈക്ക് വേണ്ടി 33 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള അദ്ദേഹം 101 വിക്കറ്റുകൾ 25.7 ആവറേജിൽ വീഴ്ത്തിയിട്ടുണ്ട്. ബൗളിംഗ് അച്ചീവ്മെൻറ്റ്സിൽ 3 5 വിക്കറ്റ് ഹോൾസ്. അതുകൂടാതെ ബാറ്റിങ്ങിൽ അദ്ദേഹം 2 സെഞ്ചുറീസും 13 ഹാഫ് സെഞ്ചുറീസും നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ടൂർ പോയ ഇന്ത്യ എ സ്ക്വാഡിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചിട്ടുമുണ്ട്. കോട്ടിയാന് മുംബൈയുടെ 2023-24 രഞ്ജി ട്രോഫി വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൾറൗണ്ട് പെർഫോമൻസ് 502 റൺസ് അദ്ദേഹം 41.83 ആവറേജിൽ അടിക്കുകയും 29 വിക്കറ്റുകൾ 16.96 ആവറേജിൽ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മികച്ച പ്രകടനമൊക്കെ നടത്തിയ താരത്തെയാണ് ഇപ്പോൾ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് രവി അശ്വിന് പകരമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ സ്ക്വാഡ് ഇപ്പം 4th and 5th ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ജസ്പ്രീത് ബുംറ വൈസ് ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, അഭിമന്യു ഈശ്വരൻ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, ഋഷഭ് പന്ത്, സർഫ്രാസ് ഖാൻ, ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, ആകാശ് ദീപ്, പ്രസിദ്ധ് കൃഷ്ണ, ഹർഷിത് റാണ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, ദേവദത്ത് പടിക്കൽ, ധനുഷ് കോട്ടിയാൻ. ഏതായാലും അടുത്ത ടെസ്റ്റ് മത്സരം ബോക്സിംഗ് ഡേയിലാണ്, 26-ാം തീയതി മെൽബണിലാണ് അടുത്ത ടെസ്റ്റ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.